ഞങ്ങളുടെ നാട്ടിലെ ഒരു ദിവസം 20 അടി നീളമുള്ള മീനിനെ ഞാൻ മുങ്ങിയെടുത്ത് അറിയോ. അതുമല്ലാതെ എന്റെ കയ്യിൽ ചൂണ്ടയില്ലായിരുന്നു, ഞാഞ്ഞൂടില്ലായിരുന്നു. ശരിക്കും അത് ആരും അന്ന് വിശ്വസിച്ചില്ല. ഇത്രയും വലിയ മീനിനെ എന്നെ പോലെ പിടിക്കാൻ മറ്റാർക്കും കഴിയില്ല, അറിയോ നിങ്ങൾക്ക്? വിശ്വസിക്കുന്നു. നീ 20 അല്ല 40 അടി വരെ നീളമുള്ള മീനുകളെ പിടിക്കാൻ മിടുക്കണ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അല്ല, നീ എന്തിനാ പേടിക്കുന്നേ? നീ വെള്ളത്തിൽ ഇറങ്ങി 20 അടി വരെ നീളത്തിലുള്ള മീനുകളെ പിടിക്കുന്നവനല്ലേ? വേഗം മീനെ പിടിക്കാൻ നോക്ക്. സോറി സോറി. അത് കണ്ടോ? അങ്ങോട്ട് നോക്ക്. 2 ആളുകൾ കള്ളന്മാരെ പോലെ പതുങ്ങി പോകുന്നത് കണ്ടോ? എന്തോ ഉണ്ട്. അവര് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ബാഗിൽ എന്തായിരിക്കും? ഞാനിപ്പോ വരാവേ. വരൂ കൂട്ടുകാരെ, നമുക്ക് ചെന്ന് ശിവയെ സഹായിക്കാം. വേഗം വാ. ശിവയ്ക്ക് നമ്മുടെ സഹായം ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. അവൻ എല്ലാ കാര്യം ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. നീ പറഞ്ഞത് സത്യമാണ്. ശിവയെ പോലുള്ള മിടുക്കന് നമ്മളെ പോലുള്ള ഒരു സഹായം ആവശ്യം വരില്ല. ശരി, വരൂ, നമുക്ക് വേറെ വഴിക്ക് പോയി നോക്കാം. ഓ ഡോഗി, നീയും വന്നോ? ശരി, ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഇവരെന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഇൻസ്പെക്ടർ ലഡു സിംഗിനോട് ചോദിച്ചാൽ എന്താന്ന് കാര്യം പിടികിട്ടും. ഇതാകെ 5 ബാഗല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് 6 എണ്ണമാണ്. 6ാമത്തെ ബാഗ് എവിടെ? ഡോക്ടർ ബാങ്ക്, ഒരു ചെറുക്കൻ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സ്പീഡിൽ വരുന്ന സമയത്ത് ഒരു ബാഗ് ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. ഡോക്ടർ ബാങ്ക്സ് എന്ന് കേട്ടാലേ നാട് വിറയ്ക്കും. ഒരു ചെറുക്കനെ കണ്ട് പേടിച്ചോ? ആശം. ഡോക്ടർ ബാങ്ക്സിന്റെ ഡിക്ഷണറിയിൽ പേടി എന്ന വാക്ക് പാടില്ല. പേടിക്കുന്നവനെ ഉടനെ തന്നെ ഞാൻ കാലപുരിക്ക് അയച്ചിരിക്കും. എന്നെ കാലപുരിക്ക് അയക്കല്ലേ ബോസ്.
ബാങ്കിന്റെ ഡിക്ഷണറിയിൽ പേടി എന്ന വാക്കില്ല. ഏയ്, ഇതാണ് ഡോക്ടർ ബാങ്ക് ചെയ്ത സയൻസിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. വേദ നഗരത്തിന്റെ റിവർ ഡാമിൽ ഗോൾഡ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഞാൻ ബഹുമിടുക്കനാണ്. ഈ രഹസ്യം മറ്റാരെങ്കിലും മനസ്സിലാക്കിയാൽ ഞാൻ നിർമ്മിച്ചെടുത്ത ഈ പദ്ധതികളെല്ലാം തന്നെ പൊളിഞ്ഞെന്ന് വരും. അല്ല, ഇതാരും ലഡ്ഡു സിംഗോ? എന്താ ഇവിടെ? ശിവയുടെ ഫോൺ വന്നിരുന്നു. ഒരു ചെളിയെ കാണിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അവൻ വരാന്ന് പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നാ മതി, ഇവിടെ വന്ന് കണ്ടോളാന്ന്. ലഡ്ഡു സിംഗ് സർ, ഈ ബാഗിന്റെ അകത്താണ് മണ്ണുള്ളത്. പക്ഷെ ഇതിൽ എന്ത് രഹസ്യമുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിലെ ചളിയല്ലേ ഉള്ളത്? രണ്ടുപേര് വേദാസ് ഡാമിന്ന് ഈ മണ്ണ് എടുത്തോണ്ട് പോവായിരുന്നു. ഈ സാധാരണ മണ്ണിന് വേണ്ടി ഇവരെന്തിനാ ഇത്ര റിസ്ക് എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ കാര്യമുണ്ട്. ഒരു നിമിഷം, ഞാൻ ഭൂപാളരാഗം പാടാം. മണ്ണിന്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ അതോടുകൂടി പുറത്തു വരും. നിങ്ങളൊക്കെ ശരിക്കും നിന്ന് അങ്ങ് ശ്രദ്ധിക്കണം. എന്റെ മുഖത്താണ് ചളിയായത്. ഓ അമ്മാവ, പാടുന്നൊന്നും നിർത്തിയേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോ പാടുമ്പോഴും നീ ശല്യം ചെയ്യാൻ വരും. ഞാൻ ശല്യം ചെയ്തതല്ല, നിങ്ങൾക്ക് ലഡ്ഡു തന്നതല്ലേ. മക്കളെ വരൂ, എല്ലാവരും ചൂടുള്ള ലഡ്ഡു കഴിക്കൂ. ശിവ, ഇത് ചളി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഒരുത്തനും ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. എന്റെ പേരെ വെറുതെ അല്ല ഫേമസ് ആയത്. എന്നാ ശിവ, ഞാൻ പോകട്ടെ. എനിക്ക് ഒന്നുകൂടി കുളിക്കണം. നാറിയിട്ട് വയ്യ, എനിക്കെന്നെ സഹിക്കുന്നില്ല. ശിവ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. സാധാരണ മണ്ണ് എടുത്തിട്ട് അവരെന്തിനാ പേടിച്ചോടുന്നത്? നമ്മൾ വെള്ളത്തിനകത്ത് പോയി നോക്കിയാൽ അവരെന്തിനാണ് പേടിച്ചോടിയതെന്നും എന്തിനാ ഇത്ര റിസ്ക് എടുത്തതെന്നും നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോളൂ, അല്ലെങ്കിൽ എന്താവുമെന്നറിയോ? ഈ ലേസർ കണ്ണുകൊണ്ട് മുകളിലേക്ക് അയക്കും. നിങ്ങൾ ഒറ്റയൊരെണ്ണം ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായോ കുട്ടി? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്.
എനിക്ക് പറയുന്ന അനുസരിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെ കൊണ്ടുപോകും ഞങ്ങളെ. ഇതാണോ കാര്യം? ആ ഡാമിലുള്ള മണ്ണിൽ സ്വർണ്ണമുണ്ട്. അത് നിങ്ങൾ തനിയെ എടുക്കാണ്. കൊള്ളാം, മിടുക്കൻ, എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ നിനക്ക് ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ രഹസ്യ തൊഴിൽ നീ കണ്ടുപിടിക്കില്ലായിരുന്നു. ഇപ്പൊ കുട്ടി കുടുങ്ങിയില്ലേ? എന്നെ കുട്ടി എന്ന് വിളിക്കരുത്, എന്നെ ശിവ എന്ന് വിളിക്കണം. ശിവ, ഈ സ്വർണം വേദനഗരത്തിന്റെ ജനങ്ങളുടേതാണ്. ഇത് എടുത്തോണ്ട് പോകാൻ കഴിയില്ല. പറ്റില്ല എന്നുള്ളൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല കുട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതും കൂടി നിങ്ങളുടെ ഡിക്ഷണറി ചേർത്തോളൂ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാക്കുകൾ നിങ്ങൾ ഡിക്ഷണറിയിൽ ചേർക്കേണ്ടി വരും. പേട്ടു, ഇവരെ കൊണ്ടുപോയ ലോക്കപ്പിലിട്ട് പൂട്ട് വേഗം. ബാക്കി എല്ലാവരും എന്റെ കൂടെ വരൂ. എന്റെ പ്ലാൻ കുറെ മാറ്റേണ്ടതുണ്ട്. യെസ് ഡോക്ടർ ബാങ്ക്. ആദ്യം ഇവര് പ്ലാൻ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ കുട്ടികൾക്കെല്ലാം മനസ്സിലായി. ഈ കുട്ടികളെ അന്വേഷിച്ച് ഇന്ന് ഇവരുടെ വീട്ടുകാർ ലേക്കിന്റെ അടുത്ത് എത്താൻ സാധ്യതയുണ്ട്. ചെളി നിറച്ച ബാഗ് അവരുടെ കൈ കിട്ടിയ പദ്ധതികളെല്ലാം തന്നെ പൊളിയും. എനിക്ക് എന്റെ ജോലി തീർക്കാനാവില്ല. അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഏതാ സ്റ്റാം ബോംബ് വെച്ച് പൊളിക്കേണ്ടി വരും. ഡാമില്ലെങ്കിൽ പിന്നെ അവിടെ മുഴുവനും തരിശു ഭൂമിയായി മാറും. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ഥലം ഗവൺമെന്റിൽ നിന്നും വിലക്ക് വാങ്ങും. റിസർച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകും. ഗവൺമെന്റിന് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് നല്ല ഡാം പണിത് തരാമെന്ന് ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യും. അവരൊരിക്കലും അത് വേണ്ടെന്ന് പറയില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടണം. വേദാസ് ഡാമിനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നമ്മൾ തറയിൽ നിന്നും വളരെ താഴെയാണുള്ളത്. ഡോഗി, ഡോഗി. ഗുഡ് ബോയ്. ഡോഗി, അവിടെ നോക്ക്. അവിടെ ഒരാള് ഉറങ്ങുന്നില്ലേ? അയാളുടെ പോക്കറ്റിൽ ചാവിയുണ്ട്. ചാവി അതെടുത്തോണ്ട് വാ. ഡോഗി, ഗോ ഡോഗി, ഗോ. പോയി ആ ചാവി എടുത്തോണ്ട് വാ. ഓ ഡോഗി, ദാ അവിടെ ചാവിയുണ്ട്. ചാവി എടുക്ക, എടുക്ക വേഗം. Good boy, doggy. Good boy. ലഡു സിംഗ് സർ, വേഗം വേദാസ് ലേക്കിലേക്ക് വരണം. അവിടെ ഒരുപാട് കള്ളന്മാരുണ്ട്. വേദാസ് ലേക്ക് തകർക്കാൻ അതൊന്നും പാറക്കല്ലല്ലോ. നീ എന്ത് മണ്ണത്രായി പറയണ? തകർക്കാനായിട്ട് അത് വല്ല തുരുമ്പ് പിടിച്ച പഴയ സാധനം വല്ല ആണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? വേഗം വരണം. എന്താണ്? ഹൈ. വേണ്ട വേണ്ട. എല്ലാം റെഡിയല്ലേ? വേഗാവട്ടെ. ഓക്കെ സാർ. ഇവരെങ്ങനെ ഇവിടെ എത്തി? വിടരുതവരെ.
ചെല്ല്. ശ്ശേ. നിങ്ങൾക്ക് ആർക്കും അവനെ പിടിക്കാൻ പറ്റുന്നില്ലേ? എന്തോ നാടാ നോക്കി നിൽക്കുന്നത്? വേഗം ചെന്ന് അവനെ പിടിക്ക്. ലഡു സർ, ശിവയെ സഹായിക്കണം. ഇന്ന് ഈ ഗുണ്ടകളെ ഞാൻ പരത്തിക്കളയും. ചെന്ന് അവസാനത്തെ ബോംബെടുത്തോണ്ട് വാടോ. റക്ക, നീ വേഗം ചെന്ന ശിവയുടെ കഥ കഴിച്ചേക്ക്. ശിവ, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വെറും 15 സെക്കൻഡ് കൊണ്ട് ബോംബ് പൊട്ടും മോനെ. നമുക്ക് കാണാം. ശിവ, നീ അവിടുന്ന് വേഗം ഓടിക്കോ. അവിടെ ഇപ്പൊ ബോംബ് പൊട്ടാൻ പോവാണ്. വേണ്ട, വേണ്ട. ശിവ, ബോംബ് എടുക്കാൻ പോവാണ്. ശിവ, അവനെ ഞാൻ നീ എന്റെ പദ്ധതികളെല്ലാം തന്നെ പൊളിച്ചിരിക്കുന്നു. ഡോക്ടർ ബാങ്ക്സിന്റെ പേര് കേട്ടാൽ ലോകം തന്നെ ഞെട്ടിവിറയ്ക്കും. എന്നെ നീ തോൽപ്പിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിന്റെ കഥ കഴിഞ്ഞു. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എല്ലാരും ധൈര്യമായിട്ടിരിക്കാം. ഇവനെ ഞാൻ ജയിലിലേക്ക് കൊണ്ടുപോയി നിറയെ പച്ചമുളക് തീറ്റിക്കാൻ പോവാ. എടാ റാം, ഇവനെ കൊണ്ടുപോ. വിട്, വിടന്നെ. ഞാൻ ഡോക്ടർ ബാങ്കാണ്. മര്യാദയ്ക്ക് എന്നെ വിട്. താങ്ക് യു ശിവ. ഈ വേദാനഗരത്തിലെ സ്വർണം കളവ് പോകാതിരിക്കാൻ നീ രക്ഷിച്ചു. നിനക്ക് ഗവൺമെന്റിൽ നിന്നും ഒരു അവാർഡ് ഞാൻ വാങ്ങിച്ചു തരാം. താങ്ക്സ് സർ. ഞങ്ങളുടെ ഡോഗിയാണ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത്. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ലോക്കപ്പിൽ നിന്ന് രക്ഷപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ഇവന് വേണം നന്ദി പറയാൻ. അത് മാത്രമല്ലാതെ നല്ല എല്ലും കഷ്ണവും വാങ്ങിച്ചു കൊടുക്കണം. ഓക്കേ ശിവ.